السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله النبي الكريم، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم. وقال نبينا محمد صلى الله عليه وسلم: لئن بقيت إلى قابل لأصومن 9. صدق رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا يا أمة سيدنا محمد اللهم صل وسلم وبارك عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെടുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടെ അല്ലാഹുവിൻ്റെ പരിശുദ്ധ പള്ളിയിൽ ജുമുഅ നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ അവസരം ലഭിച്ചതുപോലെ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഭാര്യ, മക്കൾ, അയൽവാസികൾ, നമ്മോട് ദുആ വസിയ്യത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, വിട പറഞ്ഞ് ഈ പള്ളിക്കാട്ടിലടക്കം അന്തിയുറങ്ങുന്ന നമ്മുടെ മുന്നോറുകൾ അള്ളാഹു ഖബറകങ്ങളെ വിശാലമാക്കി കൊടുത്ത് നാളെ സ്വർഗ്ഗത്തോപ്പിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നതുവരെ ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കാനും മരിക്കുന്ന സമയം കാമിലായ ഈമാനോടെ പുന്നാര നബിതങ്ങളുടെ മുനവ്വറായ വജ്ഹ് കണ്ട് ആഖിബത്ത് നന്നായി പരിശുദ്ധ കലിമത്തു തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് ഈ ലോകത്തോട് യാത്ര പറയാൻ ജഗന്നിയന്താവായ റബ്ബ് നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. ഈ മാസങ്ങളെയൊക്കെ നിർണയിച്ചു തന്നത് ആകാശഭൂമികൾ പടയ്ക്കപ്പെട്ട അന്നു മുതൽ ഈ മാസങ്ങളെയും ദിവസങ്ങളെയും ഒക്കെ നിർണയിച്ചു തന്നത് അള്ളാഹുവാണ് എന്നുള്ള വലിയൊരു പ്രഖ്യാപനം വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതിന് ശേഷം മിൻഹാ 4 ഹുറും 12 മാസങ്ങളെ അള്ളാഹു തരംതിരിക്കുകയും അതിൽ നിന്നും പവിത്രമാക്കപ്പെട്ട ശ്രേഷ്ഠമാക്കപ്പെട്ട 4 മാസങ്ങളെ അള്ളാഹു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്തതായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ആ 4 മാസങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ ബഹുമാനം അർഹിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മാസമായി കണക്കാക്കുന്ന പരിശുദ്ധ മുഹറം മാസത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന, അള്ളാഹു മുസ്ലിം സമുദായത്തിന് ഒട്ടനവധി നേട്ടങ്ങൾ നൽകിയ, ഇസ്ലാമിനെതിരെ നിന്ന പല ശത്രുക്കളെയും നശിപ്പിച്ചു കളഞ്ഞ ഈ പരിശുദ്ധമായ മുഹറത്തിൻ്റെ ദിവസങ്ങൾ നോക്കിയാൽ പരിശുദ്ധ മുഹറം 10ൻ്റെ ദിവസം, ആശൂറയിൻ്റെ ദിവസം, ഇസ്ലാമിക ചരിത്രങ്ങളിൽ സമാനതകളില്ലാത്ത വലിയ ചരിത്രം, വലിയ സംഭവ വികാസങ്ങളുണ്ടായ മഹത്തായ ദിവസമാണ് ആശൂറ, മുഹറം 10ൻ്റെ ദിവസം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ എണ്ണുകയാണ് എങ്കിൽ പ്രവാചക പരമ്പര നോക്കുമ്പോൾ മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് അയച്ച ശേഷം മാസങ്ങളോളം വർഷങ്ങളോളം യജമാനനായ റബ്ബിൻ്റെ മുമ്പിൽ തൗബ ചെയ്ത് കരഞ്ഞു കരഞ്ഞു പശ്ചാത്തപിച്ചു. എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുണ്ടായതിൻ്റെ പേരിലാണ്, എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പിഴവ് സംഭവിച്ചതിൻ്റെ പേരിലാണ് സ്വർഗ്ഗലോകത്ത് നിന്നും എന്നെ പുറത്താക്കിയത് എന്ന ഖേദം തൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട് മഹാനവറുകൾ തൗബ ചെയ്ത് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബേ, നീ റഹ്മത്ത് ചെയ്തില്ലെങ്കിൽ, നീ പുറത്തു തന്നില്ലെങ്കിൽ, മാപ്പ് ചെയ്തില്ലെങ്കിൽ, അഫൂ ചെയ്തില്ലെങ്കിൽ, വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടവരായി പോകുമെന്ന അവസാന ശ്രമവും പറഞ്ഞപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുത്തെ തൗബയെ സ്വീകരിച്ച ആ പശ്ചാത്താപത്തിൻ്റെ വാക്കുകളെ സ്വീകരിച്ചത് പരിശുദ്ധ മുഹറം 10 എന്ന് ചരിത്രത്തിൽ കാണാം. മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അജായിബുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ദറസ് തുടക്കം കുറിച്ച മഹാനവറുകൾ അവിടുന്ന് അള്ളാഹുവിനോട് ആഗ്രഹം പ്രകടിപ്പിച്ചത് ആകാശലോകത്തേക്ക്, സ്വർഗ്ഗലോകത്തേക്ക് അതൊന്ന് കാണാനും സന്ദർശിക്കാനും അവസരം വേണമെന്നും അങ്ങനെ ആ മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗ്ഗലോകത്തേക്ക്, വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ടത് പരിശുദ്ധമായ മുഹറം 10 എന്ന് ചരിത്രത്തിൽ കാണാം. കുറച്ചുകൂടെ കടന്നു വന്നാൽ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ജനിച്ചത് മുഹറം 10 എന്നും അവിടുന്ന് നേരിട്ട ഏറ്റവും വലിയ പ്രയാസങ്ങളിലുള്ള ഒന്നായി അവിടുത്തെ സമുദായം നേരിട്ട വലിയ ജലപ്രളയം, മുസ്ലിം സമുദായത്തിന് അല്ലാഹു രക്ഷ നൽകി
ദിവസങ്ങളോളം കപ്പൽ ആ ജലത്തിന് മുകളിൽ ഇങ്ങനെ കറങ്ങി നടന്നു. അവസാനം ആ മുഅ്മിനീങ്ങളൊന്ന് ആഗ്രഹിച്ചു, ഈ കപ്പൽ എവിടെങ്കിലും ഒന്ന് അടിഞ്ഞിരുന്നുവെങ്കിൽ, ഒന്ന് നങ്കൂരമിട്ടിരുന്നുവെങ്കിൽ. എത്രയോ ദിവസങ്ങളായി വെള്ളത്തിലാണ്. അവരവസാനം ഈ കപ്പൽ നങ്കൂരമിട്ടവർക്ക് റാഹത്താകാൻ, സ്വസ്ഥമാകാൻ കഴിഞ്ഞത് മുഹറം 10 എന്ന് ചരിത്രത്തിൽ കാണാം. പിന്നെയും കാലം സഞ്ചരിച്ചു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം, വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരായ മഹാനവറുകൾ അവസാനം നമ്രൂദിൻ്റെ തീക്കുണ്ടാരം കത്തിജ്വലിക്കുന്ന തീയിലേക്ക് എറിയപ്പെട്ടു. എന്നാൽ ആ തീയിൽ നിന്നും അത്ഭുതകരമായി അള്ളാഹു രക്ഷപ്പെടുത്തിയത് പരിശുദ്ധ മുഹറം 10 എന്ന് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ എത്രയോ ചരിത്രങ്ങൾ. അവിടുത്തെ താവഴി പരമ്പരയിൽ വന്ന മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, അവിടുത്തെ കണ്ണിന് കാഴ്ച അള്ളാഹു തിരിച്ചു നൽകിയത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജയിലിൽ നിന്നും അള്ളാഹു മോചിപ്പിച്ചത്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ രോഗത്തിന് അള്ളാഹു ശമനം നൽകിയത്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ലോകത്തിൻ്റെ മുഴുവൻ അധികാരം, ആ പട്ടാഭിഷേകം നടന്നത് തുടങ്ങി എത്രയോ അത്ഭുതങ്ങൾ, സംഭവങ്ങൾ അരങ്ങേറിയത് പരിശുദ്ധമായ മുഹറം 10 എന്ന് ചരിത്രത്തിൽ കാണാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം സമാനതകളില്ലാത്ത ചരിത്രമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവിടുത്തെ സമുദായത്തെയും അള്ളാഹു ചെങ്കടൽ പിളർത്തി രക്ഷപ്പെടുത്തിയത് മുഹറം 10 ലോകം കണ്ട ഏറ്റവും വലിയ കാട്ടാളനായ ശത്രുവായ ഫറോവയെയും കൂട്ടരെയും അള്ളാഹു പരാജയപ്പെടുത്തിയത്, ചെങ്കടലിൽ മുക്കി നശിപ്പിച്ചത് പരിശുദ്ധമായ മുഹറം 10 എന്തിനേറെ പറയണം, അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. തങ്ങളുടെ മുൻപിൻ പാപങ്ങളൊക്കെ എന്തെങ്കിലും തങ്ങൾക്ക് തെറ്റുവരും എന്ന് കണ്ടതുകൊണ്ടല്ല, തങ്ങൾക്ക് തെറ്റുണ്ടായതുകൊണ്ടല്ല, ഒരു തെറ്റും തങ്ങളുടെ ജീവിതത്തിലേക്ക്, തെറ്റിൻ്റെ ലാഞ്ചന പോലും വരികയില്ല. തങ്ങൾ പരിശുദ്ധരാണ്, പരിപൂർണരായ മഅസൂമാണെന്നുള്ള പ്രഖ്യാപനം വന്നത് പരിശുദ്ധ മുഹറമിൻ്റെ 10ാമത്തെ ദിവസം, ആശൂറയുടെ ദിവസമാണ്. എന്നിങ്ങനെ എത്രയോ പവിത്രമായ, എത്രയോ വലിയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയ പവിത്രമായ ദിനമാണ് പരിശുദ്ധ മുഹറം. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ടുവോളം ഇബാദത്തുകൾക്ക് അവസരം നൽകുമാറാകട്ടെ. മുസ്ലിം സമുദായത്തോടൊപ്പം തന്നെ യഹൂദരായ ആളുകൾ ആ ദിവസത്തെ പരിഗണിക്കുന്നുണ്ട്, ഷിയാക്കളായ ആളുകൾ അതിനെ പരിഗണിക്കുന്നുണ്ട്. ഒരു വിഭാഗം ശുക്ർ രേഖപ്പെടുത്തി, നന്ദി രേഖപ്പെടുത്തി സന്തോഷമറിയിക്കുന്നതാണ് എങ്കിൽ മറ്റൊരു വിഭാഗം ഖേദത്തിൻ്റെ ദിവസമായി കാണുന്നുണ്ട്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന അവരുടെ നേതാവിനെ അള്ളാഹു ഫറോവയിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ് എന്ന് പരിഗണിച്ച് യൗമുൽ ഗുഫ്റാനായി പരിഗണിച്ച് ആ ദിവസം നോമ്പനുഷ്ഠിക്കുന്നവരാണ് എങ്കിൽ, ഷിയാക്കളായ ആളുകൾ ആ ദിവസത്തെ കാണുന്നത് മഹാനായ ഹബീബായ നബി തങ്ങളുടെ പുന്നാര പേരമകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ വെച്ച് വധിച്ചു കളഞ്ഞ ആ ഒരു സംഭവത്തെ ഓർത്തുകൊണ്ട്, സ്മരിച്ചുകൊണ്ട് ആ വിഷമത്തിൽ ആർത്തട്ടഹസിച്ചൊരു ഖേദത്തിൻ്റെ ദിവസമാക്കി കളഞ്ഞതാണ് മുഹറം 10 എന്ന്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ, അത് ചർച്ചാ വിഷയമല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. എന്നാൽ യഹൂദരായ ആളുകളും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്മരിക്കുമ്പോൾ അവിടുത്തെ ഓർമ്മയിൽ, അവിടുത്തെ അള്ളാഹു രക്ഷപ്പെടുത്തിയതിൻ്റെ പേരിൽ ആ ദിവസത്തെ പരിഗണിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഞാനും നിങ്ങളും ഓർക്കേണ്ടതുണ്ട്. നമ്മളും മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നു, ജൂതരും മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നു. എന്തേ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം? ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീന. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഒരു തവണ വരുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ നാട്ടിൽ പരിശുദ്ധ ഫറഅൽ യഹൂദ തസൂമു ആശൂറ, അന്ന് മദീനയിൽ യഹൂദരായ ആളുകൾ ആശൂറയുടെ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നതായി മുത്തുനബി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. മദീനയിലുണ്ടായിരുന്ന ജൂതരായ ആളുകൾ അന്ന് മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നത് മുത്തുനബി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഫഖാല മാ ഹാദാ, എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത, എന്താണ്, എന്തിനാണ് നിങ്ങൾ ഇന്ന് നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ജൂതരായ ആളുകളോട്, യഹൂദരോട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ ഫഖാലു, അവർ പറഞ്ഞത് ഹാദാ യൗമുൻ സാലിഹ്, ഇത് പവിത്രമായ ഒരു ദിവസമാണ്. നജ്ജല്ലാഹു ഫീഹി മൂസാ വബനി ഇസ്രായീല മിൻ അദുവിഹിം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന ഞങ്ങളുടെ നേതാവിനെയും അവിടുത്തെ അനുചരന്മാരാകുന്ന ബനി ഇസ്രായേലുകാരെയും അള്ളാഹു അവരുടെ ശത്രുവാകുന്ന ഫറോവയിൽ നിന്നും മോചിപ്പിച്ചത്, രക്ഷപ്പെടുത്തിയത് ഈ ദിവസത്തിലാണ്. ഇതൊരു പവിത്രമായ ദിവസമാണ്. അതുകൊണ്ട് ഫസ്വാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫസ്വാമഹു മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ദിവസം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നന്ദി സൂചകമായിട്ട് ആ ദിവസം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, വഅന അഹഖു ബിമൂസാ അലൈഹി സ്വലാത്തു വസ്സലാം മിൻകും, നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബന്ധമുള്ളത് എനിക്കാണ്.
നിങ്ങളെക്കാൾ ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അടുപ്പവും ബന്ധവുമുള്ളത്, ഏറ്റവും മാനസികമായും ശാരീരികമായും ഒക്കെ അവിടുത്തോട് സാന്നിധ്യവും അടുപ്പവും ഉള്ളത് എനിക്കാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഫസ്വാമ, അവിടുന്ന് നോമ്പനുഷ്ഠിച്ചു. വഅമറ ബിസിയാമി, അന്നത്തെ ദിവസം അവിടുന്ന് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതോടൊപ്പം അവിടുന്ന് ചേർത്ത് പറഞ്ഞൊരു വാചകമുണ്ട്, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ. മുഹറം 10-നാണ് ജൂതരായ ആളുകൾ, യഹൂദരായ ആളുകൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയതിൻ്റെ നന്ദി സൂചകമായിട്ട് നോമ്പനുഷ്ഠിക്കുന്നത് എങ്കിൽ ആ ജൂതരോട് ഒരു നിലയ്ക്കും സാമ്യമുണ്ടാകരുത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനം. മുത്തുനബി തങ്ങൾ അത് നാവുകൊണ്ട് പ്രഖ്യാപിച്ച് പറഞ്ഞിട്ടില്ല എങ്കിലും ശരി, അവിടുത്തെ വാചകത്തിൽ നിന്നും അത് ബോധ്യപ്പെടും. ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ, വരുന്നൊരു വർഷം ഞാൻ ബാക്കിയായിട്ടുണ്ട് എങ്കിൽ, ജീവനോടെ ഉണ്ട് എങ്കിൽ, എൻ്റെ റൂഹ് പിടിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ വരുന്ന വർഷത്തിൽ 9 കൂടെ ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി മുത്തുനബി തങ്ങൾ എപ്പോഴും ദുആരക്കുമായിരുന്നു എന്ന് സ്വഹാബത്ത് പറയുകയാണ്. മുത്തുനബി തങ്ങൾ റഹിമല്ലാഹു അഖീ മൂസ, മുത്തുനബി തങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി ദുആരക്കുമായിരുന്നു. എൻ്റെ സഹോദരനായ മൂസയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യട്ടെ. കാരണം ലഖദ് ഊദിയ ബി അക്സറ മിൻ ഹാദാ ഫസബറ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ത്യാഗങ്ങളുണ്ടല്ലോ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, എത്രയോ ആളുകളെ ഈ മക്കയുടെ മരുഭൂമിയിൽ വെച്ച് വധിച്ചു കളഞ്ഞിട്ടുണ്ട് ഈ ശത്രു സമൂഹം. എത്രയോ നാള് പട്ടിണിക്കിട്ടിട്ടുണ്ട്, ഒരന്നം തരാതെ, വെള്ളം തരാതെ. ശുഅബ് അബി താലിബിൽ 3 വർഷത്തോളം പട്ടിണി കിടന്നിട്ടുണ്ട് മുസ്ലിം സമുദായം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സമുദായത്തിന് സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറയാണ്, ഇതിനേക്കാൾ വലിയ അക്രമം, ഇതിനേക്കാൾ വലിയ അനീതി, ഇതിനേക്കാൾ വലിയ പോരുകൾ സഹിച്ചവരാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഫസബറ, പക്ഷെ അതിലൊക്കെ അവിടുന്ന് ക്ഷമ കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മുത്തുനബി തങ്ങൾ എപ്പോഴും ദുആരക്കാറുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബത്ത് വിശദീകരിക്കുകയാണ്. നോക്കുക, ആ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇന്ന് കാലഘട്ടം നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. ഫറോവ അന്ന് കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ ഇന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ സമുദായത്തോട് കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. നോക്ക്, ഒരു സമുദായത്തെ അടിച്ചമർത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന വ്യക്തമായ മാതൃകരേഖ ആ വരച്ചു കാണിച്ചിട്ടാണ് ഫിർഔൻ ലോകത്തോട് യാത്ര പറഞ്ഞത് എങ്കിൽ ആ മാതൃക കൃത്യമായി പാലിക്കുന്ന ഒരു വിഭാഗം ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഒരു സമുദായത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ആദ്യം ആ സമൂഹം ഈ നാട്ടിൽ വേണ്ടാത്ത ആളുകളാണ് എന്ന് പറഞ്ഞു വരുത്തണം. ഫിർഔനും ചെയ്തത് അത് തന്നെയാണ്, ഖാറൂനും ചെയ്തത് അത് തന്നെയാണ്, ഹാമാനും ചെയ്തത് അത് തന്നെയാണ്. ഇന്ന ഫിർഔന വഹാമാന വഖാറൂൻ ഫഖാലൂ സാഹിറുൻ കദ്ദാബ്. അവരൊന്നടങ്കം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞത് അദ്ദേഹം കള്ളനായ, മാരണം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന്, സമുദായത്തിന് ആവശ്യമില്ലാത്ത ആളാണ് എന്ന് ആദ്യമേ പറഞ്ഞു വരുത്തുകയാണ്. ഇന്ന് മുസ്ലിം സമുദായം തീവ്രവാദികളും ഭീകരവാദികളുമാണ് എന്ന് മൊത്തത്തിൽ അങ്ങോട്ട് താറടിച്ച് കാണിക്കുന്നത് പോലെ അന്ന് ഫറോവ ചെയ്തത്, ഈ ശത്രുപാളയത്തിലുണ്ടായിരുന്ന മുഴുവൻ വ്യക്തികളും ചെയ്തത്, ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം സാഹിറുൻ കദ്ദാബാണ്, ഏറ്റവും വലിയ കള്ളനായ മാരണക്കാരനാണ് എന്ന പ്രഖ്യാപനമായിരുന്നു. അടിച്ച് ഈ ബനൂ ഇസ്രായേലുകാരായ അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ ഉള്ളിലേക്ക് അത് കയറ്റി കൊടുക്കുകയാണ്. ഭൂമുഖത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത വ്യക്തിയാണ്, അയാളെ ഭൂമിയിൽ നിന്ന് പുറത്താക്കണം, ഭൂമിയിൽ നിന്ന് ഒഴിവാക്കണം, കൊന്നുകളയണം, നാട്ടിൽ നിന്ന് ഒഴിവാക്കണം തുടങ്ങി പല അഭിപ്രായങ്ങളും വരാൻ കാരണമായതുകൊണ്ട് തന്നെയാണ്. രണ്ടാമത്, സമൂഹത്തിനിടയിൽ തന്നെ ഭിന്നത ഉണ്ടാക്കുക, ബനീ ഇസ്രായേലുകാർക്ക് ഇടയിൽ തന്നെ ഭിന്നത ഉണ്ടാക്കുക. വിശുദ്ധ ഖുർആൻ എത്രയോ തവണ ചരിത്രം പറയുന്നുണ്ട്. 136ഓളം വരുന്ന സ്ഥലങ്ങളിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രതിപാദിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. ഖുർആൻ ഏറ്റവും കൂടുതൽ പേരെടുത്തു പറഞ്ഞത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരാണ്, അല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ ദീൻ പകർന്നു കൊടുക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ആ ചരിത്രത്തിൽ നിന്നും ഈ സമുദായത്തിന് പഠിക്കാൻ എമ്പാടുമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ എത്രയോ സ്ഥലങ്ങളിലാണ്, 30-ൽ പരം വരുന്ന സ്ഥലങ്ങളിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അവിടെയൊക്കെ പറയുന്നത് പറഞ്ഞ വിഷയങ്ങൾ തന്നെയായിരിക്കും റിപ്പീറ്റ് വരുന്നത്, എന്നാൽ ഓരോ സാഹചര്യത്തിനനുസരിച്ച് കൃത്യമായി അത് പേസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദ്യം കള്ളനെന്ന് മുദ്രകുത്തി, പിന്നീട് ആ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ തുടങ്ങി. ആ കൂട്ടത്തിലുണ്ടായിരുന്ന മക്കളെ, ചെറിയ പെൺകുഞ്ഞുങ്ങളെ, ആൺകുട്ടികളെ കൊന്നൊടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആ സ്ത്രീകളെ, അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെ വ്യഭിചാരം ചെയ്യാനും അവരെ
ബലാത്സംഗം ചെയ്യാനും തുടങ്ങിയ ഒരു കാലഘട്ടം അവരെ ഭിന്നിപ്പിച്ചു. പരസ്പരം അക്രമത്തിൻ്റെയും അനീതിയുടെയും വഴിയിൽ അവരെ തെളിച്ചു കൊണ്ടുപോയി. അവസാന കാലഘട്ടം പിന്നെയും കാലം മുന്നോട്ട് കടന്നപ്പോൾ ഇനി അവർക്കതിൽ നിന്നൊരു മോചനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള വ്യക്തികളെ പരസ്പരം തല്ലി തോൽപ്പിച്ച് ആരാണോ ജയിക്കുന്നത് അവർക്ക് മോചനമുണ്ട് എന്ന പ്രഖ്യാപനം വന്നു. അങ്ങനെ ബനി ഇസ്രായേലുകാർ പരസ്പരം തല്ലാൻ തുടങ്ങി. നോക്കൂ നിങ്ങൾ, സമുദായത്തെ തന്നെ പരസ്പരം ഭിന്നിപ്പിക്കുകയും പിന്നീട് അവരെ ശത്രുക്കളാക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചോര കുടിക്കുന്ന ആട്ടിൻപറ്റങ്ങളെ കൊണ്ട് ഇടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായയുടെ കഥ പോലെ ഫറോവ അന്ന് കാണിച്ചു തന്ന മാതൃക ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് തന്നെയാണ് ഇന്നും പല ആളുകളും ഇവിടെ വർഗീയവാദവും അതുപോലെ ഭീകരവാദവും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ പരമ്പരയിൽ വന്ന ആളുകൾ തന്നെയാണ്. അള്ളാഹു ആ കൂട്ടരുടെ ഷെറിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം സമുദായം എന്തോ വലിയ വാദികളാണ് എന്ന് വാദിച്ചിട്ട് അവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്താനും പുറത്താക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു വാദികൾ, ആ മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ പല ചേരികളാക്കുക. നല്ല മുസ്ലിം ഒരു വിഭാഗത്ത്, ചീത്ത മുസ്ലിം ഒരു വിഭാഗത്ത്, തീവ്രവാദികളായ മുസ്ലിമീങ്ങൾ വേറൊരു ഭാഗത്ത്, മതേതരവാദികളായവർ വേറെ ഭാഗത്ത്, രാഷ്ട്രീയക്കാരായ മുസ്ലിമീങ്ങൾ വേറെ ഭാഗത്ത്, ഇങ്ങനെ തുടങ്ങി മുസ്ലിം സമുദായത്തെ തന്നെ പല വിഭാഗമാക്കുക. സൂഫികളായ മുസ്ലിമീങ്ങൾ വേറൊരു ഭാഗത്ത്. എന്നിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഈ ചേരിതിരിവൊന്നുമില്ലാതെ മുസ്ലിമീങ്ങളെ ഒന്നടങ്കം പഴിക്കുക, ആക്ഷേപിക്കുക. ഏതെങ്കിലും ഒരാൾ മുസ്ലിം നാമധാരിയായ ഒരാൾ ഏതെങ്കിലും ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് തെമ്മാടിത്തരം ചെയ്തതിൻ്റെ പേരിൽ ഈ ചേരി ഒന്നും തിരിക്കാതെ പിന്നെ പറയുന്നു ഒന്നടങ്കം മുസ്ലിമീങ്ങൾ വർഗീയവാദികളും തീവ്രവാദികളുമാണെന്നുള്ള മുദ്രകുത്തലാണ്. ഇത് സാക്ഷാൽ ഫറോവയുടെ തന്ത്രമായിരുന്നു. അതിപ്പോഴും പയറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ആ കെണിവലകളിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ മുഹറം നമുക്ക് ഒത്തൊരുമയുടെ മാസമായി പഠിപ്പിക്കപ്പെട്ട മാസമാണ്. ഒന്നിച്ചു നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന, മനസ്സുകൊണ്ടടുക്കേണ്ട മാസമാണ്. വിശുദ്ധ റമദാനാകുമ്പോൾ പരസ്പരം പോരുകളും വൈരാഗ്യങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ ഒരു പരിധിവരെ നമ്മൾ നീക്കിവെക്കുമെങ്കിൽ പരിശുദ്ധ മുഹറം വരുമ്പോൾ അത് മുഴുവനായി നീക്കിയിട്ട് പരസ്പരം കൽബ് കൊണ്ട് ഒന്നു ചേരേണ്ട മാസമാണ് വിശുദ്ധമായ മുഹറം മാസം. ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ചേരി തിരിഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട് എങ്കിൽ, പരസ്പരം പോരിൽ കഴിയുന്ന ആളുകളുണ്ട് എങ്കിൽ, ഇപ്പോഴും പിണക്കങ്ങൾ മാറാതെ പരസ്പരം രണ്ട് ഭാഗത്തായി മാറി നിൽക്കുന്നവരുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അവർക്ക് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി ഭവിക്കും. വലിയ വിപത്തുകൾ അവരിലേക്ക് ഇറങ്ങാൻ കാരണമായി തീരും. ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ഖലാ പ്രകാരം ഈ വർഷം അവരുടെ റൂഹ് പിടിക്കാൻ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തമില്ലാതെ റബ്ബിൻ്റെ കോപത്തിലായി ഈ നാട്ടിൽ നിന്നും ഈ നമ്മുടെ വാസം വെടിഞ്ഞു പോകേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഈ പവിത്രമായ ദിനരാത്രങ്ങളെ പരിഗണിക്കുകയും ആ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് അമലുകളുണ്ട്. മുഹറം 10 നോമ്പനുഷ്ഠിക്കുക എന്നുള്ള വലിയ സൽക്കർമ്മത്തോടൊപ്പം തൻ്റെ കുടുംബത്തിന് വിശാല ചെയ്തു കൊടുക്കൽ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച വലിയൊരു സൽക്കർമ്മമാണ്. ഭാര്യയ്ക്കും മക്കൾക്കും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. നമ്മളെന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊണ്ടു കൊടുത്തിട്ട് തിന്നോന്ന് പറയുന്നതിലല്ല വേണ്ടത്, മറിച്ച് എന്താണ് അവർക്ക് വേണ്ടത് എന്ന് ചോദിച്ച് ആ വേണ്ടത് വാങ്ങിക്കൊടുക്കാൻ തയ്യാറാകാം. നല്ല സുഭിക്ഷമായ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. മനുഷ്യൻ മതി എന്ന് പറയുന്നത് ഭക്ഷണം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഭാര്യയോടും മക്കളോടും എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ലിമിറ്റിനപ്പുറത്തുള്ളതൊക്കെ ചോദിച്ചെന്ന് വരും. എന്നാൽ പള്ള നിറയ്ക്കാൻ പറ്റുന്നത് ചിലപ്പോൾ നമ്മളുടെ പോക്കറ്റിലുണ്ടാകും. അതുകൊണ്ട് മാന്യമായി ചോദിക്കുക എന്താണ് വേണ്ടത് എന്ന്. അവർ കുഴിമന്തി മതി എന്ന് പറയുമ്പോൾ പൊതിച്ചോറ് പോരെ എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അവർക്ക് എന്താണോ വേണ്ടത് അത് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം മുഴുവൻ അവരുടെ ജീവിതത്തിൽ വിശാലത ചെയ്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സാധുക്കളെ സഹായിക്കൽ അക്കൂട്ടത്തിൽപ്പെട്ട വലിയ സൽക്കർമ്മമാണ്. ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യൽ, ഒരുപാട് അദ്കാറുകൾ, ദിക്റുകൾ ചൊല്ലൽ തുടങ്ങി ഒട്ടനവധി സൽക്കർമ്മങ്ങൾ ഈ ദിവസത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അതിനൊക്കെ നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ചെറിയൊരു തർക്കം നമുക്കറിയാം. മുഹറം 1 എന്നാണ് എന്നുള്ളതിൽ ഉണ്ടായപ്പോൾ മുഹറം 10 എന്നാണ് എന്നുള്ളതിനും ആ തർക്കം നിലനിൽക്കുകയാണ്. തർക്കിക്കാനോ അല്ലെങ്കിൽ അതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കാനുള്ളൊരു വിഷയവും അതിൽ ഇല്ല. ഒന്നാമതായി മനസ്സിലാക്കേണ്ടതാണ്, ഓരോ നാട്ടിലെ ഖാദിമാർ വിധിക്കുന്നതനുസരിച്ച് ആ ഖാദിയെ അംഗീകരിക്കുന്ന ആളുകൾ ഇബാദത്ത് ചെയ്യുക, അവർ അംഗീകരിച്ചു പോവുക. അതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമം. ഒരു ഖാദി ഒരു സംഗതി വിധിച്ചു എന്ന് കരുതിയിട്ട് അടുത്ത നാട്ടിലുള്ള ഖാദി അത് വിധിക്കണമെന്ന് നിയമമൊന്നുമില്ല. ഇനി അദ്ദേഹം വിധിച്ചില്ല എന്ന് കരുതിയിട്ട് ആദ്യം വിധിച്ച ഖാദി അത് മാറ്റി പറയണമെന്നുമില്ല. ഒരു ഖാദിയാരുടെ അടുക്കൽ ബോധ്യപ്പെട്ടാൽ, വ്യക്തമായ തെളിവോടുകൂടി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിധി നടപ്പാക്കാം. അത് പരിശുദ്ധമായ ഇസ്ലാം കൽപ്പിച്ചതാണ്. ചില ആളുകൾ വെള്ളിയാഴ്ച 1 കണക്കാക്കിയവരുണ്ട്. അവർക്ക് അതനുസരിച്ച് വരുന്ന ആളുകൾക്ക് മുഹറം 10 വരുന്നത് ഞായറാഴ്ചയായിരിക്കും. ശനിയും ഞായറും മുഹറം 9ഉം 10ഉം അവർക്ക്. എന്നാൽ
1-ാം തീയതി ശനിയാഴ്ച ഈ പ്രദേശത്തൊക്കെ അധികവും അങ്ങനെയാണ് എന്ത് ചെയ്തത്, ശനി 1 കണക്ക് കൂട്ടിയത്. അത്തരത്തിൽ വരുമ്പോൾ മുഹറം 9, 10 വരുന്നത് ഞായറും തിങ്കളുമായിരിക്കും. വരുന്ന തിങ്കളാഴ്ചയായിരിക്കും മുഹറം 10 വരിക. ഏതാണോ അവർ അംഗീകരിച്ചത് അതനുസരിച്ച് എന്ത് ചെയ്യാം, അവർക്ക് ഇബാദത്ത് ചെയ്യാം. ഇനി ശനിയും ഞായറും അതുപോലെ തിങ്കളും നോമ്പനുഷ്ഠിച്ചാളി മുഹറം അല്ലേ, തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കലും സുന്നത്തല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നിലും പെട്ടുപോകാതിരിക്കേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല തർക്കങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ആവശ്യമില്ലാതെ അറിവില്ലാത്ത തർക്കങ്ങളിൽ നമ്മൾ ആരും പെടാൻ പാടില്ല. ദഅമാ യരീബുക് ഇലാ മാ ലാ യരീബുക്. ആവശ്യമില്ലാത്തതിൽ ചെന്ന് ചാടരുത് എന്ന് മുത്തുനബി തങ്ങൾ പണ്ടേ പറഞ്ഞു വെച്ചതാണ്. നമുക്ക് ഈ കാലഘട്ടമൊക്കെ മനസ്സിലാക്കിയോണ്ട് മുത്തുനബി തങ്ങൾ മുൻകൂറായിട്ട് പറഞ്ഞു വെച്ചതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങളെയും, പ്രത്യേകിച്ച് നമ്മിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോയ ഈ പള്ളിക്കാട്ടിലൊക്കെ അന്തി ഉറങ്ങുന്നവർ, അതുപോലെ തന്നെ നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. വിദേശത്ത് നമ്മുടെ നാട്ടുകാരല്ലാത്ത ഈ കേരളത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ള മുത്തഅല്ലിമീങ്ങളാണ് നമ്മുടെ നാട്ടിൽ വന്ന് പഠിക്കുന്നത്. ഒരറ്റത്ത് ഒന്നും ഈ അറ്റത്ത് വന്ന് അവർ പഠിക്കുന്ന അവരുടെ നാട്ടിൽ ഭക്ഷണമില്ലാത്തത് കൊണ്ടോ സ്ഥാപനങ്ങളില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. വലിയ ബറക്കത്തുള്ളൊരു നാടാണ് എന്നും മഹാനായ സയ്യിദ് അവറുകളുടെ ചാരത്ത് ഇൽമു പഠിക്കാനുള്ളൊരു അവസരം, വിശാലമായ പള്ളിയും അതുപോലെ തന്നെ സൗകര്യങ്ങളും നല്ലവരായ മുഅ്മിനീങ്ങളായ നാട്ടുകാരും ഒക്കെ ഉള്ളൊരു നാട്ടിലേക്ക് അവർ ആ നാടും പരിസരവും ഒക്കെ മനസ്സിലാക്കി ആ സംസ്കാരമൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടി ആ നാട്ടിൽ നിന്നും ഇവിടെ വന്നവരാണ്. അവർക്ക് പണ്ടത്തെ മുത്തഅല്ലിമീങ്ങളെപ്പോലെ പണ്ടൊക്കെ ദർസിൽ ചോറും പുളിവെള്ളവും കൊടുത്താലും മുത്തഅല്ലിമീങ്ങൾ കഴിച്ചു പോകും. കാരണം അതിനേക്കാൾ പട്ടിണിയായിരിക്കും വീട്ടിലുണ്ടാകുക. പട്ടിണി മാറാൻ വേണ്ടി ദർസിൽ കൊണ്ടാക്കിയിരുന്നൊരു കാലഘട്ടമൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു അല്ലേ. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സുഭിക്ഷമായി 3 നേരം ഭക്ഷണം കഴിക്കാൻ വകുപ്പുള്ള വീട്ടുകളിൽ നിന്നാണ് ഈ മുത്തഅല്ലിമീങ്ങളൊക്കെ ഇവിടെ ഇൽമു പഠിക്കാമെന്നത്. അവർക്ക് വീട്ടിൽ വാങ്ങിക്കൊടുക്കാൻ മാതാപിതാക്കളില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് വാങ്ങിക്കൊടുത്ത് വയറ് നിറയ്ക്കാൻ മാതാപിതാക്കൾക്ക് കഴിവില്ലാത്തത് കൊണ്ടുമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കണമെന്ന ആ ഒരു വലിയ നിയ്യത്തിൽ വന്നവരാണ്. അപ്പോൾ അവർക്ക് നല്ല ഭക്ഷണം നമ്മൾ കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ എന്നല്ല, ഉള്ളതിൽ നല്ലത് കൊടുക്കാൻ തയ്യാറാകണം. ഒരു വറ്റ് അവർ കഴിച്ചാൽ ആ വറ്റിൻ്റെ പ്രതിഫലം നാളെ നമ്മൾ മണ്ണറയിൽ കിടക്കുമ്പോൾ അവിടേക്ക് കിട്ടും. അതുകൊണ്ട് അവരുടെ ചെലവിലേക്ക്, അവരുടെ ഭക്ഷണത്തിലേക്ക് നിങ്ങളാൽ കഴിയുന്ന നല്ലൊരു സംഖ്യ കൊടുക്കണം. കുറഞ്ഞത് മാസത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഖ്യ ആണെങ്കിലും എല്ലാ മാസവും എൻ്റെ വക ഇൻഷാ അല്ലാഹ് കൊടുക്കുമെന്ന് നല്ല നിയ്യത്ത് വെച്ചാൽ, നമ്മുടെ മരണപ്പെട്ടവരെ നിയ്യത്താക്കി കൊടുത്താൽ അത് അവർക്കും കൂലിയാണ്. വാപ്പാക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട, ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ഖേദിക്കുന്ന ആളുകളുണ്ട്. അത് മരിച്ചു കഴിഞ്ഞല്ല ഖേദിക്കേണ്ടത്, മരിക്കുന്നതിന് മുമ്പ് ഖേദിക്കണം. എന്നിട്ട് അവർക്ക് ചെയ്തു കൊടുക്കണം, അവർക്ക് ഖിദ്മത്ത് ചെയ്യണം, അതാണ് വേണ്ടത്. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല, ഇപ്പോൾ മണ്ണറയിലാണവർ, എന്നാൽ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സൽക്കർമ്മമാണ് ഒരു മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുക്കുക. എൻ്റെ വക അവർ ഇൽമു പഠിക്കുന്നതിൻ്റെ ആ അറിവിൻ്റെ വലിയ പ്രതിഫലം ആ വാപ്പാൻ്റെ ഖബറിലേക്കും എത്തും. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. ബരീറ എന്നൊരു മകൾ ആക്സിഡൻ്റായി ICUയിൽ കഴിയുന്നുണ്ട്. പ്രത്യേകം ദുആ ഇറക്കാൻ ഏൽപ്പിച്ചു. അല്ലാഹു പരിപൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇബ്രാഹിം എന്ന് പറയുന്ന സഹോദരൻ സ്ട്രോക്ക് വന്ന് അനന്തപുരി ഹോസ്പിറ്റലിലാണ്. അല്ലാഹു പരിപൂർണ്ണ ശിഫാ നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെയും നമ്മളെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ സുലേഖ ബീവി എന്ന സഹോദരിക്ക് സുഖമില്ലാത്തവർക്ക് വേണ്ടി ദുആ ഇറക്കാൻ നമ്മുടെ പള്ളിയിലേക്ക് 500 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു അവരുടെയും അസുഖങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നിയാസി എന്ന് പറയുന്ന സഹോദരൻ്റെ രോഗശമനത്തിന് വേണ്ടി ദുആ ഇറക്കാൻ ഒരു ചാക്ക് അരി നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക് അല്ലാഹു അവർ നൽകിയിട്ടുണ്ട്, സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ബറക്കത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സകല രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ എത്ര ആളുകൾ ആരൊക്കെ ദുആ വസിയത്ത് ചെയ്തവരുണ്ടോ അല്ലാഹു അവർക്കൊക്കെ നീ റാഹത്തും സന്തോഷവും സമാധാനവും നൽകണേ. അല്ലാഹ് ഈ വിശുദ്ധ മുഹറത്തിൻ്റെ മുഴുവൻ പോരിശകളും അവരുടെ ജീവിതത്തിൽ നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.